ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഒച്ചപ്പാടിൽ ഞാൻ പറയുന്നതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ പാചകമൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാചകം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. സാമ്പാർ വെക്കണം, എന്തെങ്കിലുമൊക്കെ നമുക്ക് കാട്ടിക്കൂട്ടണം. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് പാചക വീഡിയോയും നമ്മുടെ കിച്ചണും. നമ്മളെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. ഇന്നലെ നമുക്ക് വയ്യായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ലൈവ് ഇരുന്ന സമയത്ത് വയ്യാണ്ടൊക്കെ കിടന്ന് തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന, വോമിറ്റിങ്ങും കാര്യമൊക്കെ ആയിരുന്നു. എന്നിട്ടും രാവിലെ എണീറ്റൊക്കെ ജോലിക്ക് പോയി. ജോലിയും കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമുള്ള കലാപരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് വയ്യെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടമ്മമാർക്ക് വയ്യെന്ന് പറയാൻ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കും കേട്ടാ, നമുക്ക് ഈ ഒട്ടും നമ്മുടെ ബോഡിക്കൊന്നും ഒട്ടും പറ്റാതിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പണ്ടാരെ എല്ലാമൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങ് ദൂരെ എവിടെയെങ്കിലും കണ്ണൂരാ, കാസർഗോഡാ, പാലക്കാടാ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യാമെന്ന് വിചാരിക്കും. അതാകുമ്പോൾ വീട്ടിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ. വീട്ടിലെ കാര്യമൊന്നും അറിയണ്ട, നമ്മൾ ജോലിക്ക് പോകാം, നമ്മളെ നമുക്ക് വന്ന് റെസ്റ്റ് എടുക്കാം. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടത്. ചില തമാശയ്ക്കാണെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ നമ്മളങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. ഞാനെന്നല്ല, പല വീട്ടമ്മമാരും ചില ദിവസങ്ങളിൽ നമുക്ക് വയ്യാണ്ടൊക്കെ തോന്നുമ്പം നമ്മുടെ വീട്ടിലൊക്കെ ആരും ഒന്നും ചെയ്യാനൊന്നും ഇല്ലാണ്ട സമയത്തൊക്കെ ആരായാലും അങ്ങനെയൊക്കെ തോന്നിപ്പോകും. എനിക്ക് മാത്രമല്ല. അപ്പം ഞാൻ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സാമ്പാർ പരിപ്പ് അടുപ്പിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാമെന്ന് കരുതി. പിന്നീട് പച്ചക്കറി വാങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് വാങ്ങി വെച്ച് അവിയൽ വെച്ച്. നമ്മൾ പച്ചക്കറി വെക്കാണ്ടിരുന്നുണ്ടല്ലോ, പിന്നെ അത് വീണ്ടും ചീത്തയിപ്പോൾ. പൈസ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ, പൈസ കൊടുത്ത് വാങ്ങുന്നതിനെ കളയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര വയ്യാതിരുന്നിട്ട് ഞാൻ പിന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനെ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഓരോന്നായിട്ട് സെറ്റാക്കാം. ഇതിനിടയിൽ ചേട്ടൻ കീരയൊക്കെ കീരയും വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ ചേട്ടനോട് വഴക്കും പറയട്ടെ വന്നിട്ട്, കീരയെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വെച്ചുകൂടായിരുന്നെന്നും പറഞ്ഞിട്ട് പാവത്തിന് നമുക്ക് നമ്മളെ ആളിനെ എൻ്റെ വഴക്ക് പറയാൻ പറ്റില്ല. വഴിയെ പോണവരെങ്കിലൊക്കെ വഴക്ക് പറയാൻ പറ്റും. വഴിയെ പോണവർ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർ നമുക്കുള്ള ആളാകുമ്പോൾ നമുക്കെന്തും പറയാനും എല്ലാത്തിനും വഴക്കൂടാനായാലും ശാസിക്കാനായാലും കരയാനായാലും വിഷമങ്ങൾ പറയാനായാലും സന്തോഷങ്ങൾ പറയാനായാലും നമുക്ക് നമ്മളെ ആളോടല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ വന്നപ്പം ദേഷ്യപ്പെടുകയും ചെയ്ത്. എന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ എപ്പോഴും പറയുമല്ലോ, നമ്മളിക്ക് പുറത്തൊന്നും പോയി അങ്ങനെ വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നും താല്പര്യമില്ല. ചില ദിവസങ്ങളിൽ മീൻ കറിയായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എന്തായാലും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് മതി. അങ്ങനെ നിർബന്ധവും കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് തോന്നുന്നുണ്ടേ അങ്ങനെ മീൻ കറി മാത്രം. ചില ദിവസങ്ങളിൽ അങ്ങനെയാവും. എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. ചെയ്താൽ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ചെയ്യലായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വെച്ചാൽ പിന്നെ 1-2 കറിയൊക്കെ വെക്കണം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഞാൻ സാമ്പാറിന് വെച്ചിട്ട് സാമ്പാറിൻ്റെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് തോരത്തിന് അറിയുന്നുണ്ട് കേട്ടോ. തോരത്തിനൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ചൂരമീനാണേ. ചൂരമീൻ കട്ടിങ്ങൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ചൂരമീൻ കട്ടിങ്ങൊന്നും നമ്മളെല്ലാം കാണിക്കുന്നില്ല, പറ്റുന്നത് കാണിക്കാം. പാചകമൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പാചകം ചെയ്തതൊന്നും കാണിച്ചില്ല. നമ്മൾ എന്തൊക്കെ വെച്ചതെന്നൊന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ നേരത്തെ ക്യാമറ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാമൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്നേ. പാചക വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പാടാണ്. നമ്മളത് കറക്റ്റ് ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ എടുക്കണം, പിന്നെ അത് കട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, കഥ പറയണം. അപ്പം ഞാൻ ധൃതിയിൽ നിൽക്കുന്നത് കൊണ്ട് സംസാരിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നീടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ കാക്കയുടെയും പുറത്തെ ഒച്ചപ്പാടൊക്കെ കേട്ടോ, അതൊന്നും കട്ട് ചെയ്യേണ്ട. അതിൻ്റെ കൂടെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ വോയിസിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. കേൾക്കുന്നത് കേൾക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ പറയും. നമ്മളൊക്കെ നമ്മുടെ വീഡിയോ കാണും കേട്ടോ. ഞാൻ ഫോൺ എടുത്ത്, നമ്മൾ കാണുന്നില്ലല്ലോ, ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഫോണും എടുത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് മീൻ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. ഫോൺ ചരിഞ്ഞ് വീണ് കേട്ടോ. ഫോൺ ചരിഞ്ഞ് വീണ്ടും പോയി ഫോണിനെയൊക്കെ എടുത്ത് നേരെ വെച്ചിട്ടാണ് പിന്നെ ഒന്ന് കട്ട് ചെയ്യാൻ നിൽക്കണം. കത്തി ഇത്തിരി മോശം കേട്ടോ. കത്തി ഒന്ന് തേച്ചെടുത്തിട്ട് കട്ട് ചെയ്യേണ്ടത്. പോരാത്തിന് നമ്മളെ കയ്യും കാലും കൂടെയൊക്കെ കഴിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കത്തി ഇങ്ങോട്ട് പിടിക്കുമ്പം അങ്ങോട്ട് പോകണം. ഇച്ചിരി പാടായിരുന്നു മീനൊക്കെ കട്ട് ചെയ്യും. മീനൊക്കെ നമ്മൾക്ക് നല്ല കത്തിയും നമുക്ക് നല്ല ഇതാണ്. പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന മീൻ കട്ടിങ് വീഡിയോ ഒക്കെ നിങ്ങളുടെ ഇതിലിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ കട്ടിങ് വീഡിയോ ഒക്കെ നിങ്ങൾ ഇതിലിട്ടിട്ടുണ്ട്.
അപ്പോൾ കാണാത്തവർ അതൊക്കെ പോയി ഒന്ന് കാണുക. അപ്പോൾ അത് ഇട്ടിട്ട് തന്നെ 2-3 മാസം ആയെന്ന് തോന്നുന്നു നമ്മളൊക്കെ അത് ഇട്ടിട്ട്. കത്തി ശരിയല്ലാത്തതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്യാനും പാടാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കിട്ടൂല്ലെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇനി വീണ്ടും ഞാൻ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്ന് കേട്ട് നോക്കാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും ഇതെല്ലാം കട്ട് ചെയ്തിട്ട് സൗണ്ടെല്ലാം കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തോരൻ കീര ഇതിനിടയിൽ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കീര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കീരയ്ക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഇച്ചിരി വെള്ളം കഫത്തിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തലവേദനയൊക്കെ ഉള്ളത്. കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തലവേദനകൾ. അപ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഒരു ശരീരത്തിൽ പനിക്കൂർക്ക ഉണ്ടല്ലോ, നവരയിലയും തുളസിയിലും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടേക്കാണ്. ഇച്ചിരി കുടിക്കാം, അത് നല്ല ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കീര തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറിയില്ല അരിഞ്ഞ് വെച്ചേക്കേ. അരിഞ്ഞ് വെച്ചേക്കേ. കീരൊക്കെ അവർ മാറ്റിയിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മീൻ കറി അടുപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ. മീൻ കറി തിളച്ച് വന്ന് ഞാൻ പിന്നെ അതിൻ്റെ അടപ്പിനെ ഒന്നെടുത്ത് മാറ്റി അതൊന്നുകൂടെ കറക്കിയിട്ട് അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. അപ്പോൾ മീൻ വറുക്കായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സാമ്പാർ വെക്കണം. ലാസ്റ്റ് ഘട്ടത്തിൽ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ച് പരിപ്പ് വേവിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ഞാൻ ചേട്ടനോട് പറഞ്ഞ് ഇത്തിരി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു, സാമ്പാറിൻ്റെ പച്ചക്കറി. അപ്പോൾ ചേട്ടൻ അത് കട്ട് ചെയ്ത്, അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് സാമ്പാറിന് വെച്ച് കൊടുക്കാം. എല്ലാം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോ കാണുക കേട്ടോ. നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നമ്മുടെ പാചക വീഡിയോ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാലും നിങ്ങളെ വീഡിയോ കാണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാചക വീഡിയോ എടുക്കാൻ മടിക്കുന്ന കാര്യം അതാണ്. പാചക വീഡിയോ എടുക്കാൻ മടിക്കുന്ന കാര്യം അതാണ്. നിങ്ങളാരും നമ്മുടെ വീഡിയോ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പാചക വീഡിയോ എടുക്കാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ എണ്ണ ചൂടായി മീൻ വറുക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത്. ഞാനും എൻ്റെ പാചകവും എൻ്റെ കുഞ്ഞടുക്കളയും അതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ ഇതിനിടയിൽ മഴയും, രാവിലെ മഴ പെയ്യും തോരും ഒരു വശപ്പേശൊക്കെ ഇവിടെ ചെയ്ത് കേട്ടാ. മഴ പെയ്യും തോരും ഇട്ടിരിക്കണം. അപ്പം നമ്മുടെ പാചകം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും അകത്തും കൊണ്ട് വെച്ച് കേട്ടാ. മീൻ കറിയും ചോറും തോരനും വറുത്ത മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറും കൂടെ ഇനി എടുത്തുകൊണ്ട് വെക്കണം. പാചകമൊന്നും ചെയ്തത് കാണിക്കുന്നില്ല കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു.